ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എമ്പുരാൻ്റെ ഫാൻ ഷോ അഞ്ച് മണി തൊട്ട് 5 മണി 6 മണി ആ ടൈമിൽ വയ്ക്കണമെന്നാണ് തിയേറ്ററുകാർ ശുപാർശ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് കുറച്ചൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാലിൻ്റെ സിനിമകൾ ഇതുവരെ ഇങ്ങനെ നോർമൽ ടൈമിലല്ലാതെ ഇതുപോലുള്ള നേരത്തെ വെളുപ്പാക്കാലത്ത് അങ്ങനെയൊക്കെ റിലീസ് വെച്ചിട്ടുള്ള സിനിമകളൊന്നും വൻ വിജയമായിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇത് വൻ ഹൈപ്പിലോട്ട് വന്ന സിനിമകളായിരുന്നു അങ്ങനെയെല്ലാം 4 മണിക്ക് 5 മണിക്കൊക്കെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നോർമൽ ടൈമിൽ വെച്ചിരുന്ന മോൺസ്റ്റർ എലോൺ അതെല്ലാം പരാജയമായിരുന്നു. അതുപോലെ തന്നെ പക്ഷേ ഇത് വെച്ചാൽ ഹ്യൂജ് ബഡ്ജറ്റിൽ വരുന്ന സിനിമകൾ വെളുപ്പാങ്കാലത്തും അല്ലെങ്കിൽ രാത്രി 12 മണിക്കൊക്കെ റിലീസ് വെച്ചിരുന്ന മോഹൻലാൽ സിനിമകളൊന്നും വിജയത്തിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ, അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത് നോർമൽ ടൈമിലോട്ട് വയ്ക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. പക്ഷേ നോർമൽ ടൈമിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരിക്കലും ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് ഇടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഘടകത്തിന് അതിൻ്റെ അഭിപ്രായം ഒരു വ്യത്യാസമുണ്ട്. കാരണം തിയേറ്ററുകാർക്ക് തന്നെ ഒരു വ്യത്യാസമുണ്ട്. തിയേറ്ററുകാർ പറയുന്നത് 5 മണി 6 മണി ടൈമിൽ വയ്ക്കണം. അപ്പോൾ അവർക്ക് ഒരു ഷോയോട് കൂടുതൽ കിട്ടും. അപ്പം തിയേറ്റർ കളക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ തന്നെ ഇവർക്ക് തിയേറ്ററുകാർക്ക് ഒരു വലിയൊരു കളക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അതിനൊരു 5 മണി 6 മണി എന്നുള്ള ടൈം പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കണ്ടതാണ്, മരക്കാർ അറബിക്കടലിൻ്റെ സിനിമ രാത്രി 12 മണിക്കൊക്കെ റിലീസ് വെച്ചിട്ട് ഫാൻസുകാർ വരെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയ സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മലക്കോട്ടെ വാലിബൻ നോർമൽ ടൈമാണെന്ന് തോന്നുക. എന്തായാലും മലക്കോട്ടെ വാലിബൻ പിന്നെ കുറേ ഉണ്ട്. ബെറോസിലൊന്നും അവർ ഫാൻ ഷോ വച്ചില്ല. എന്നാൽ പോലും ഫാൻ ഷോ വയ്ക്കാതെ തന്നെ ബെറോസും അതുപോലെ തന്നെ ആ ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏത് സമയം വേണമെന്നുള്ളത് പ്രിഫർ. ഞാൻ പറയുന്നത് ഈ സിനിമയ്ക്ക് ഒരു 8 മണി 9 മണി സമയത്ത് തന്നെ ഈ ഷോ വയ്ക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ മോഹൻലാൽ ഫാൻസ് തന്നെ രാത്രി 12 മണിക്കൊക്കെ ഷോ വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഉറങ്ങിയൊക്കെ വരണ ടൈമായിരിക്കും. ഇവന്മാർ ആ ടൈം ഉറങ്ങാതെ വന്ന് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് ഒരു ചെറിയ ലാഗ് സംഭവിച്ചാൽ തന്നെ ഈ സിനിമയെ അവർ തന്നെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി വന്ന് നിന്ന് പ്രൊമോട്ട് ചെയ്ത് ഇറങ്ങിപ്പോകും. അങ്ങനെയുള്ള സാഹചര്യം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇവർ പ്രൊമോട്ട് ചെയ്ത സിനിമകളൊന്നും അത്ര വലിയ സിനിമകളായിരുന്നില്ല. അവർ വെളി വന്നിട്ട് പറഞ്ഞ അറബിക്കടലിൻ്റെ സിംഹവും മലക്കോട്ടയും ബെറോസൊക്കെ നോർമൽ ടൈമിൽ വെച്ചതാണ്. എന്നാലും ഇതുപോലുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നും അവർ വന്ന് പറഞ്ഞതൊന്നും വെറുതെ ആയിട്ടില്ല. സിനിമകളൊക്കെ അത്രയ്ക്ക് മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നോർമൽ ടൈമിൽ വെച്ചാലും രാത്രി 12 മണിക്ക് വെച്ചാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ വന്ന സിനിമകൾ മോശം എന്ന് പറഞ്ഞ സിനിമകളൊന്നും രാവിലെ 9 മണിക്ക് വെച്ചിരുന്നെങ്കിൽ വിജയിക്കാൻ പോകുന്ന സിനിമകളായിരുന്നില്ല. ഉദാഹരണം മരക്കാർ അറബിക്കടലിൻ്റെ സിനിമ. ആ സിനിമ 12 മണിക്ക് ഷോ വെച്ചിരുന്നെങ്കിലും ഉച്ചയ്ക്ക് 12 മണിക്ക് ഷോ വെച്ചാലും അതേ അഭിപ്രായം തന്നെ ലഭിക്കേണ്ട സിനിമയായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ വെളുപ്പാങ്കാലത്ത് വയ്ക്കാം. വെളുപ്പാങ്കാലത്ത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡ് തൂക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയ്ക്ക് ഹൈപ്പിൽ വരുന്നൊരു സിനിമയാണ്. പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷൻ, മുരളി ഗോപിയുടെ തിരക്കഥ, ലൂസിഫറിൻ്റെ 2ാം ഭാഗം, മോഹൻലാൽ നായകനാകുന്നു. ഇത്രയും പോലെ ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കിട്ടെ. പിന്നെ ടോവിനോ, പൃഥ്വിരാജ് ആരൊക്കെ ഉണ്ട് ആ സിനിമയ്ക്കകത്ത്. അപ്പോൾ ആ സിനിമയ്ക്ക് നല്ലൊരു റിലീസ് കിട്ടുകയാണെങ്കിൽ, നല്ലൊരു ഓപ്പണിങ് കിട്ടണമെങ്കിൽ അതിന് വെളുപ്പാങ്കാലത്ത് 4 മണിക്കും അല്ലെങ്കിൽ 12 മണിക്കും ഷോ വേണം. പക്ഷേ ഈ ഒരു കാര്യമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. സിനിമയ്ക്കകത്ത് ലാഗ് ഉണ്ടോ? അങ്ങനെ ഒരു ലാഗ് ആ സിനിമയ്ക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുതൽ ഒരു ലാഗ് ആ സിനിമയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഈ രാത്രി 12 മണിക്കും 4 മണിക്കും വെച്ച് ഒരു ഷോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഫാൻസുകാർക്ക് ഉണ്ടാവുകയും അവർ തന്നെ ഇറങ്ങി വന്ന് നിന്ന് ലാസ്റ്റ് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അണിയറ പ്രവർത്തകരും തിയേറ്ററുകാരും ഇതിൽ ഏത് സമയം വയ്ക്കണമെന്നുള്ളത്. അപ്പോൾ 2 സമയവും ഒരുപോലെ ആയിരിക്കാം. കാരണം 9 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം മാറും. പക്ഷേ 4 മണിക്ക് വച്ചാലും സിനിമയുടെ റിവ്യൂ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് നമുക്ക് മുൻകാല ചിത്രങ്ങളിലൂടെ നമുക്ക് കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഫാൻ ഷോ എത്ര മണിക്ക് വെക്കണമെന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? കാരണം ഇതിനകത്ത് വന്നിട്ട് കുറേ പേര് ദർശക്കാൻ പറ്റിയിട്ട് അവന്മാർ എത്ര മണിക്ക് ഫാൻ ഷോ വെച്ചിട്ടുണ്ട് നിനക്കെന്താ എന്നൊക്കെ ചോദിക്കണമാരത്തൊന്നും പറയാനില്ല. അപ്പം നന്ദി, നമസ്കാരം.